ചോദ്യോത്തരവേള പുരോഗമിക്കുന്നതിനിടെ സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ് പ്രതിപക്ഷം കാണിക്കുന്നതെന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒന്നാണ് ചോദ്യോത്തരവേളയെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് സഭാ നടപടികളോടുള്ള അനാദരവാണെന്നുമാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ബാനർ ഉയർത്തി ചെയറിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ബഹളം കാരണം സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഏതായാലും സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ, കാരണം സാധാരണ രീതിയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറില്ല. ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ അടിയന്തര പ്രമേയമായിട്ടാണ് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുള്ള വിഷയം അടിയന്തര പ്രമേയമായി നോട്ടീസ് നൽകുന്നത്. അത് പരിഗണിക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന നടപടി പിന്നീടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തീർത്തും സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷം ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയം ഊന്നിക്കൊണ്ട് സഭയിൽ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. ഈ വിഷയം സഭ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അല്ലാത്ത പക്ഷം ഈ ഒരു പ്രതിഷേധവുമായി അങ്ങനെ തുടരും എന്നുള്ളൊരു കാര്യവും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. ഏതായാലും പ്രതിപക്ഷം അതായത് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നതാണ് കണ്ടത്. പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെയായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിൽ ബാനർ വലിച്ചുയർത്തിയുള്ള പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു. സ്പീക്കർ പലതവണയായി പ്രതിപക്ഷത്തോട് പറഞ്ഞു, ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല, അത് സഭയോടുള്ള അനാദരവാണ്, അതുകൊണ്ട് ചോദ്യോത്തരവേളയുമായി സഹകരിക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷ നേതാവിനോടടക്കം ഉന്നയിച്ചു. പക്ഷേ ഇത് പ്രതിപക്ഷം ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാത്ത തരത്തിൽ ചോദ്യോത്തരവേളയിൽ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷം. അത് ശരിയായ ഒരു നടപടിയല്ല. അവർക്ക് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാം, പക്ഷേ ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ചെയറിന്റെ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, അതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചോദ്യോത്തരവേളയിൽ സംസാരിച്ച മന്ത്രി KN ബാലഗോപാലും ചൂണ്ടിക്കാണിച്ചത്. ഭരണപക്ഷ അംഗങ്ങളും ചോദ്യോത്തരവേളയിൽ ചോദ്യം ചോദിക്കാനായി എഴുന്നേൽക്കുമ്പോൾ സ്പീക്കറെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. ഏതായാലും അതേ തുടർന്ന് വലിയ തോതിൽ ബാനർ വലിച്ചുയർത്തുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്നാണ് പ്രതിഷേധം ഒരു തരത്തിലും അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തരവേള താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ള സ്പീക്കർ അറിയിച്ചത്. തുടർന്ന് സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ച് സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ഭരണകക്ഷി പ്രതിനിധികളോടും പ്രതിപക്ഷ പ്രതിനിധികളോടുമായുള്ള ചർച്ച സ്പീക്കർ ഉടൻ തന്നെ നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതേ തുടർന്ന് സഭയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യം അത് പ്രധാനമായും സ്പീക്കർ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം നേരത്തെ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചത് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കുക, സഭ തടസ്സപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം നേരത്തെ തീരുമാനിച്ചിരുന്നത്. മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയിൽ എഴുന്നേറ്റത്. കാരണം പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് അവർ തയ്യാറാക്കി വന്നിരുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അത് പക്ഷേ ചോദ്യോത്തരവേളയിൽ അടക്കമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ പ്രസക്തമാകുന്ന ഒരു വിഷയം. കാരണം ചോദ്യോത്തരവേള വളരെ നിർണായകമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയെടുക്കുന്ന ഒരു അവസരമാണ്. മന്ത്രിമാർക്ക് നിർണായകമായ മറുപടികൾ പറയാൻ കഴിയുന്ന ഒരു അവസരമാണ്. അതുപോലും നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നതും സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതും.